രസ പൗഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഷോർട്സ് ഒരെണ്ണം സിമ്പിളായിട്ട് രസ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കാം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 3-4 വറ്റൽമുളകൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നാരങ്ങ വലിപ്പത്തിനുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ രസം പൗഡർ. നമ്മളിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എളുപ്പത്തിന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് രസം പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡിയാണ്. അപ്പോൾ എന്ത് എളുപ്പത്തിനല്ലേ നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പുറത്തൊക്കെ ഇപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വീട്ടിൽ അതേ രുചിയിൽ നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.